ഇനിയിപ്പോൾ കടലാസ് പൂക്കളുടെ അല്ലെങ്കിൽ ബൊഗൈൻവില്ലയുടെ കാലമാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ഒക്ടോബർ മാസത്തിൽ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ ധാരാളം പേര് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. കണ്ടോ, ഇതെല്ലാം നിറച്ച് പൂവായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ധാരാളം പൂക്കൾ വിരിയാനുണ്ട്. അറിയാലോ, നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ധാരാളം പൂക്കൾ നമ്മുടെ ബൊഗൈൻവില്ലയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബൊഗൈൻ എത്ര നമുക്ക് നമ്മൾ നഴ്സറിയിലൊക്കെ പോയി ബൊഗൈൻവില്ല വാങ്ങാറുണ്ട്. വാങ്ങിക്കഴിയുമ്പോൾ അത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ അത് നശിച്ചു പോകാൻ സാധിക്കും. ജൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ബൊഗൈൻവില്ലയാണ്. നല്ല ഭംഗിയാണിത്. ഇത് ഹൈബ്രിഡാണ്. ഇതിന് 200 രൂപ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല പ്രത്യേക കളറാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യണം. റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കാണാം കേട്ടോ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന്. ഞാൻ ഇതുപോലൊരു പോട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പോട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പോട്ട് മിക്സ് ഇത് കുറച്ച് കരിയിലാണ് കേട്ടോ, അടിയിലിട്ട് കൊടുക്കാൻ ഉണങ്ങി പൊടിഞ്ഞ കരിയില. എന്തൊക്കെയാണ് പോട്ട് മിക്സ് എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മണൽ, ഗാർഡൻ സോയില്, പിന്നെ കുറച്ച് എന്താ പറയുക കൊക്കോപ്പീറ്റ്, ഇത് എല്ലുപൊടിയും വേപ്പിമിണ്ണാക്കും കുറച്ച്, പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്. ഞാൻ കമ്പോസ്റ്റാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അല്പം കാണാത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും ഞാൻ ഇതൊക്കെ തന്നെയാണ് നമ്മൾ അന്ന് ചെയ്തതാണല്ലോ. അപ്പോൾ ആ വീഡിയോ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഇത് നമുക്ക് നമ്മുടെ ആ പോട്ടിൻ്റെ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി 1-2 ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് അല്പം സാഫും കൂടെ ചേർക്കാം കേട്ടോ. അല്പം സാഫ് എന്തെങ്കിലും ഫംഗിസൈഡ് എപ്പോഴും ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് സാഫാണ് ചേർത്തത്. സൂഡോമോണസ് ആയാലും മതി. അപ്പോൾ നമുക്കിനി കുറച്ച് കരിയില, പൊടിഞ്ഞ കരിയില അത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടി മിക്സ് ഇപ്പോൾ എന്താ പറയുക, രണ്ടും കൂടി കരിയിലയും പോട്ടി മിക്സും കൂടി അരഭാഗം. ഇനി നമുക്ക് നമ്മുടെ ഇതൊന്ന് നമ്മുടെ ഈ പ്ലാന്റ് ഇതിനകത്തൊന്ന് എടുക്കണം. ഒരു ചെറിയ പോട്ടാണല്ലോ ഇത്, കണ്ടോ ഇതിനകത്ത് കണ്ടോ. ഇപ്പോൾ ഇതിനകത്ത് കണ്ടാലും ഒരു പ്രശ്നവുമില്ല, ചുമന്ന മണ്ണാണ്. എന്നാലും കുറച്ച് മണ്ണ് നമ്മളെടുത്ത് സാധാരണ മാറ്റാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ മാറ്റുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വേരുകളൊക്കെ പോവാറുണ്ട്. അതുകൊണ്ട് ഉണ്ടോ അങ്ങനെ അങ്ങോട്ട് കിട്ടുന്നില്ല, വേര് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുപോലെ ഞാൻ ഇതൊന്ന് വെള്ളത്തിൽ വെക്കാൻ പോവാണ്. വെള്ളത്തിൽ വെച്ചിട്ട് ആകുമ്പോൾ നമുക്ക് എല്ലാം വ്യക്തമായിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചുവട് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മണ്ണങ്ങോട്ട് അതിനകത്ത് കുറച്ച് അങ്ങോട്ട് അലിഞ്ഞു പോകുന്നുണ്ട്. അലിഞ്ഞു പോയിട്ട് നമുക്കതൊന്ന് എടുത്ത് നോക്കാം എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്ന്. കണ്ടോ, നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക, ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ ഒരു സാധനം കാണുന്നുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാനേ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കത് കാണാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ആ സാധനം ഉണ്ട്, ആ ബാസ്ക്കറ്റ്, അതിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ചെടി അപ്പാടെ നശിപ്പിക്കും. ഇത് നഴ്സറിക്കാർ ഇത് ചെയ്യുന്ന പണി ഇതാണ്. നമ്മളോട് അവർ പറയാറില്ല ഇതിങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. കണ്ടോ, ഇതായിരിക്കുന്നു ഈ കറുത്ത, നമുക്കറിയാലോ അത് ഉള്ളിൽ വെച്ചാണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചെടി വളർന്നു വരുമ്പോൾ നമ്മുടെ ചെടി നശിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത്രയും എടുക്കുമ്പോഴേ നമ്മളത് കാണുള്ളൂ, നമ്മൾ അറിയില്ല. അപ്പോൾ അത് എടുത്തു മാറ്റില്ല അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വേരൊന്നും പോകാതെ അതിനുള്ളിൽ നിന്ന് അത് ആ ബാസ്ക്കറ്റ് നമ്മൾ കട്ട് ചെയ്ത് പല പീസുകളായിട്ട് വേണം എടുത്ത് മാറ്റാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ വേരുകളൊക്കെ നശിച്ചു പോകും. ഇങ്ങനെ മാറ്റിയാൽ തന്നെയും അല്പമൊക്കെ വേരുകൾ പോകും. ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാം. നല്ല ബുദ്ധിമുട്ടുണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ എത്ര വളമിട്ട് കൊടുത്താലും എത്ര നല്ലപോലെയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ പ്ലാന്റ് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകാൻ ഉള്ള സാധ്യത 90% സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഒരു ചെറിയ കത്രികയും കൂടെ ഉപയോഗിക്കേണ്ടി വരും. കണ്ടോ, അതാ ഉണ്ടോ, ഇപ്പോഴും ഇത് ശരിക്കും അങ്ങോട്ട് വിട്ടു പോരാറായിട്ടില്ല. വീണ്ടും നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയ കത്രിക കൊണ്ട്.
ഏതാണ്ട് ഊരി പോരാറായിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ് ഒരു പരുവായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് മാത്രമേ നമ്മൾ ചെടി, അതാണ് നിങ്ങളെ ആയിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ഈ വീഡിയോയിൽ വന്നത്. ഇതാ ഉണ്ടോ, ഏകദേശം ഒന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുറച്ച് വേരുകളും ആ കൂടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രധാന വേരുകൾക്ക് ഒരിക്കലും പാട് വരാതെ വേണം നമ്മൾ എടുക്കാനായിട്ട്. കണ്ടോ, ഇത്തിരി വേരുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പോട്ടി മിക്സൊക്കെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് ബാക്കി പോട്ടി മിക്സും കൂടെ ഫില്ല് ചെയ്ത് കൊണ്ട് ഒത്തിരി വീഡിയോ എടുത്തപ്പോൾ ഒത്തിരി കാണാൻ കൊള്ളാതെ വന്നിട്ടുണ്ട്, ക്ഷമിക്കണേ. അപ്പോൾ അത് നമ്മളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ, ഇപ്പം വേനൽക്കാലമാണല്ലോ, കുറച്ച് പുത ഇടുന്നത് നല്ലതാണ്. കരിയില മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കാരണം അതിൻ്റെ ഈർപ്പം നിലനിൽക്കാനൊക്കെ ആയിട്ട്. കൊക്കോപീറ്റും കൂടെ ആഡ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതിൻ്റെ ഒത്തിരി വെള്ളം വേണ്ട പ്ലാന്റ് അല്ലല്ലോ ഇത്. അപ്പോൾ നമുക്ക് നനച്ചും കൂടെ കൊടുക്കാം. നനച്ച് കൊടുത്തിട്ട് ഒരാഴ്ചത്തേക്ക് നമ്മൾ തണലത്തേക്ക് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് വേണം വെയിലത്തേക്ക് മാറ്റി വയ്ക്കാൻ. നമുക്കറിയാമല്ലോ, ബൊഗൻവില്ലയ്ക്ക് നല്ല വെയിൽ വേണം, എന്നാലും നന്നായിട്ട് പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.